മയുടെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് കേറിപ്പോയി, കൊച്ചിയുടെ ആർദ്രമായ രാത്രിയായിട്ടും. സാധാരണ ചിരിയുടെയും പാതിരാത്രി സംഭാഷണങ്ങളുടെയും താവളമായിരുന്ന അവളുടെ ഹോസ്റ്റൽ മുറിക്ക് ഇന്ന് എന്തോ മാറ്റമുള്ളതുപോലെ തോന്നി. ഒഴിഞ്ഞുകിടക്കുന്നു. ഓണം അവധിക്ക് കൂട്ടുകാരി കാവ്യ വീട്ടിൽ പോയതിനാൽ മായ വിശാലമായ ആ പഴയ കെട്ടിടത്തിൽ ഒറ്റയ്ക്കായിരുന്നു. സ്നേഹഭവൻ എന്ന ആ ഹോസ്റ്റൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഒരു അവശേഷിപ്പായിരുന്നു. അതിന്റെ ചെങ്കല്ല് ഭിത്തികളിൽ കാലപ്പഴക്കത്തിന്റെ പാടുകൾ, അതിന്റെ മരപ്പടികൾ അദൃശ്യമായ ഭാരങ്ങൾ താങ്ങി ഞെരങ്ങിക്കൊണ്ടിരുന്നു. കുട്ടികൾ അതിന്റെ സ്ഥിരം പ്രേതങ്ങളെ കുറിച്ച് തമാശ പറയാറുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ആ തമാശകൾ ഭയാനകമായി തോന്നി. അവൾ തന്റെ എഞ്ചിനീയറിംഗ് പാഠപുസ്തകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ ഓരോ ഞരക്കവും, ഓരോ ദൂരെയുള്ള നായുടെ കുരയും, ജനലിനു പുറത്തുള്ള ഇലകളുടെ ഓരോ മർമ്മരവും കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നതുപോലെ തോന്നി. നേരത്തെ വൈദ്യുതി മിന്നിമറഞ്ഞിരുന്നു. മഴക്കാലത്ത് പതിവുള്ള ഒരു കാര്യം ഇപ്പോൾ ഒരു നഗ്നമായ ബൾബ് നീണ്ട, നൃത്തം ചെയ്യുന്ന നിഴലുകൾ സൃഷ്ടിച്ചു. അത് അവളുടെ കണ്ണുകളെ വഞ്ചിച്ചു. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് വ്യക്തമായ ഒരു ഡുംഡുംഡും ശബ്ദം മുഴങ്ങി. മായയുടെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. 5-ാം നില പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. അത് പുനരുദ്ധാരണത്തിലായിരുന്നു. അതൊരു തുടർച്ചയായ അവസ്ഥയായിരുന്നു. അതായത് അത് അടിസ്ഥാനപരമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പൊടിപിടിച്ച, മറന്നുപോയ ഫർണിച്ചറുകൾ നിറഞ്ഞതായിരുന്നു. അവൾക്കതിനെ യുക്തിസഹമാക്കാൻ ശ്രമിച്ചു. ഒരു എലി. ഒരു അടഞ്ഞുകിടക്കാത്ത വാതിൽ. പക്ഷേ ശബ്ദം വളരെ താളാത്മകമായിരുന്നു, വളരെ ഭാരമുള്ളതായിരുന്നു. എന്തോ ഒന്ന് വലിച്ചുവെക്കുന്നതുപോലെ തോന്നി. പിന്നീട് താഴ്ന്ന തൊണ്ടയിൽ നിന്നുള്ള ഒരു ഞരക്കം താഴേക്ക് ഒഴുകി വന്നു. അത് നേർത്തതായിരുന്നു, ഏതാണ്ട് തിരിച്ചറിയാൻ കഴിയാത്തത്രയും, പക്ഷേ അത് അവിടെയുണ്ടായിരുന്നു. മായ മരവിച്ചുപോയി. ഒരു ഞെട്ടൽ അടക്കിപ്പിടിക്കാൻ അവളുടെ കൈ വായിലേക്ക് പോയി. കണ്ണുകൾ ഇറുക്കിയടച്ച്, അമിതമായി കാപ്പി കുടിച്ചതിന്റെയും പാതിരാത്രിയിലെ ഹൊറർ സിനിമകളുടെയും ഫലമായി തന്റെ ഭാവനയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ അവൾ ശ്രമിച്ചു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. നിഴലുകൾ ഇപ്പോഴും നൃത്തം ചെയ്തു. വായു ഭാരമുള്ളതും ഭയാനകവുമായിരുന്നു. ഞരക്കം തുടർന്നു, ഒരു ദുഃഖകരമായ, നീണ്ടുനിൽക്കുന്ന ശബ്ദം. അത് അവളുടെ അസ്ഥികളിലേക്ക് തന്നെ ഇഴിഞ്ഞുകയറുന്നതുപോലെ തോന്നി. പരിഭ്രാന്തി അവളെ പിടികൂടി. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ ഫോണിനായി പരതി. കാവ്യയെ വിളിക്കാൻ ശ്രമിച്ചു. നെറ്റ്വർക്കില്ല, തീർച്ചയായും. ഹോസ്റ്റലിന്റെ പഴയ ഭിത്തികൾ സിഗ്നലുകൾ തടയുന്നതിൽ കുപ്രസിദ്ധമായിരുന്നു. ഡുംഡുംഡും വീണ്ടും തുടങ്ങി, ഇത്തവണ കൂടുതൽ അടുത്തുനിന്ന്, ഒരു നേർത്ത, ഉരസുന്ന ശബ്ദത്തോടൊപ്പം. അത് ചലിക്കുകയായിരുന്നു, മുകളിലെ നിലയിൽ മാത്രമല്ല, ഭിത്തികളിൽ തന്നെയും. കെട്ടിടത്തിന്റെ ഘടനയിലൂടെ എന്തോ ഒന്ന് പതിയെ താഴേക്ക് ഇറങ്ങുന്നതുപോലെ. മായ കിടക്കയിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങി, കണ്ണുകൾ മുറിയിൽ ചുറ്റിക്കറങ്ങി. അവളുടെ നോട്ടം ഡ്രെസ്സറിലെ പഴയ, മനോഹരമായ കണ്ണാടിയിൽ പതിഞ്ഞു. അവൾ നോക്കുമ്പോൾ അതിന്റെ ഉപരിതലത്തിലൂടെ ഒരു അലയൊലി കടന്നുപോയതുപോലെ തോന്നി, അദൃശ്യമായ ഒരു കൈകൊണ്ട് വെള്ളം ഇളക്കിയതുപോലെ. ഒരു നിമിഷം അവൾക്ക് ഒരു ക്ഷണികമായ പ്രതിബിംബം കണ്ടതുപോലെ തോന്നി. അവളുടേതല്ല, മറിച്ച് വിളറിയ, നീണ്ട മുഖം, കുഴിഞ്ഞ, ഇരുണ്ട കണ്ണുകൾ, നീണ്ട, അഴകുഴഞ്ഞ മുടി. അവൾ അലറി. അവളുടെ തൊണ്ടയിൽ നിന്ന് പുറപ്പെട്ട ഒരു ഭയാനകമായ ശബ്ദം. അവൾ പിന്നോട്ട് വീണു, ബാഗിൽ തട്ടി, തറയിൽ വീണു. ഞരക്കം തീവ്രമായി. ഇപ്പോൾ അവളുടെ വാതിലിന് പുറത്തുനിന്ന് വരുന്നതുപോലെ തോന്നി, ഒരു ഞരങ്ങുന്ന ശബ്ദത്തോടൊപ്പം ശ്വാസം മുട്ടിച്ചുള്ള തേങ്ങലും. പിന്നീട് അവളുടെ വാതിലിൽ പീപ്പിളിന് താഴെ നേരിയ ഒരു മാന്തൽ തുടങ്ങി. ചരട്, ചരട്, ചരട്. അത് മനഃപൂർവമായിരുന്നു, നിർബന്ധിതമായിരുന്നു. മായയുടെ മുഖത്തുനിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. അവൾ തറയിൽ കാലുകൾ ചേർത്ത് ഭിത്തിയോട് ചേർന്ന് ഇഴിഞ്ഞു നീങ്ങി. അവളുടെ ശ്വാസം മുറിഞ്ഞ മുറിഞ്ഞ ശബ്ദത്തിൽ പുറത്തുവന്നു. കണ്ണുകൾ വീണ്ടും ഇറുക്കിയടച്ച്, പ്രാർത്ഥനകൾ മന്ത്രിച്ചു. ഓരോ അക്ഷരവും ഒരു നിരാശയുടെ യാചനയായിരുന്നു. മാന്തൽ നിന്നു. കണ്ണുകൾ തുറക്കാൻ ധൈര്യമില്ലാതെ മായ ശ്വാസം അടക്കിപ്പിടിച്ചു. അതിനുശേഷമുള്ള നിശബ്ദത ശബ്ദങ്ങളെക്കാൾ ഭയാനകമായിരുന്നു. അത് ഭാരമുള്ളതും പ്രതീക്ഷയോടെയുള്ളതുമായ നിശബ്ദതയായിരുന്നു, പുറത്തുള്ളത് എന്തായാലും കാത്തിരിക്കുന്നതുപോലെ. പിന്നീട് അവളുടെ വാതിലിന് തൊട്ടുപുറത്തുനിന്ന് നേർത്ത, ഏതാണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നെടുവീർപ്പ് ഒഴുകി വന്നു. അതിനെ പിന്തുടർന്ന് നേരിയ, മധുരമുള്ള ഒരു ഗന്ധം, സാധാരണയായി ക്ഷേത്രങ്ങളോടും മംഗളകരമായ അവസരങ്ങളോടും ബന്ധപ്പെട്ട മുല്ലപ്പൂവിന്റെ അരോചകമായ ഗന്ധം. പക്ഷേ ഇപ്പോൾ അവളുടെ മുറിയുടെ ശ്വാസം മുട്ടിക്കുന്ന ഇരുട്ടിൽ അത് ദുശ്ശകുനമായി തോന്നി. പതിയെ, വേദനയോടെ മായ കണ്ണുകൾ തുറന്നു. മുറി അതേപടി ഉണ്ടായിരുന്നു. നഗ്നമായ ബൾബ് ഇപ്പോഴും പതിയെ ആടുന്നു, നിഴലുകൾ ഇപ്പോഴും നൃത്തം ചെയ്യുന്നു.
പക്ഷേ വായുവിൽ മുല്ലപ്പൂവിന്റെ ഗന്ധം ഇപ്പോഴും തങ്ങിനിന്നു. അപ്പോഴാണ് അവൾ അതു കണ്ടത്. തറയിൽ അവളുടെ വാതിലിന്റെ വിടവിനു തൊട്ടുതാഴെ ഒരൊറ്റ വാടിയ മുല്ലപ്പൂവ്, അതിന്റെ ഇതളുകൾ മങ്ങിയ രോഗാതുരമായ മഞ്ഞനിറമായിരുന്നു. മായ അലറിയില്ല, അവൾക്കത് കഴിഞ്ഞില്ല. ഒരു തണുത്ത ഭയം അവളുടെ ആത്മാവിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി. ഇത് അവളുടെ ഭാവന മാത്രമല്ലെന്ന് ഒരു നിശ്ചയം. സ്നേഹഭവനിൽ ഇന്ന് രാത്രി ഉണ്ടായിരുന്നത് എന്തായാലും ഒരു സന്ദർശന കാർഡ് ഉപേക്ഷിച്ചിരുന്നു. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ ജനലിലൂടെ കടന്നുവന്ന് പഴയ ഹോസ്റ്റൽ മതിലുകളെ അത്ര ഭീഷണിയില്ലാത്ത വെളിച്ചത്തിൽ കുളിപ്പിക്കുന്നത് വരെ അവൾ മൂലയിൽ ഒതുങ്ങിക്കൂടി. അടുത്ത ദിവസം കാവ്യ തിരികെ വന്നപ്പോൾ മായ സാധനങ്ങൾ പാക്ക് ചെയ്തു പോകാൻ തയ്യാറായിരുന്നു. അന്ന് രാത്രി സംഭവിച്ചതിനെക്കുറിച്ച് അവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല സത്യത്തിൽ. പക്ഷേ ഒരു പഴയ കെട്ടിടത്തിന്റെ അടുത്ത് കൂടി കടന്നുപോകുമ്പോഴെല്ലാം, അല്ലെങ്കിൽ കാറ്റിൽ മുല്ലപ്പൂവിന്റെ ഗന്ധം തട്ടുമ്പോഴെല്ലാം അവളുടെ നട്ടെല്ലിലൂടെ ഒരു വിറയൽ ഓടിപ്പോകും. സ്നേഹഭവനിൽ ഒറ്റയ്ക്ക് ചെലവഴിച്ച നീണ്ട ഭയാനകമായ രാത്രി അവൾ ഓർക്കും. അവിടെ ഭൂതകാലം ഇപ്പോഴും തങ്ങി നിൽക്കുന്നു, കാത്തിരിക്കുന്നു. മേയ്ക്ക് നേരിയ പ്രഭാത വെളിച്ചം ഒരു ആശ്വാസവും നൽകിയില്ല. വാടിയ മുല്ലപ്പൂവ് തറയിൽ ഒരു നിശബ്ദമായ കുറ്റാരോപണം പോലെ കിടന്നു. അവളുടെ മനസ്പാഞ്ഞു, ഭയത്തിന്റെയും അവിശ്വാസത്തിന്റെയും താറുമാറായ ഒരു കൂമ്പാരം. അതൊരു സ്വപ്നമായിരുന്നില്ല, അത് യാഥാർത്ഥ്യമായിരുന്നു. അവൾ വിറയലോടെ എഴുന്നേറ്റ് നിന്നു. ആദ്യം ചെയ്തത് ഫോണിനായി ചാടിവീണ് സിഗ്നൽ കിട്ടുമോ എന്ന് ഭ്രാന്തമായി നോക്കുകയായിരുന്നു. ഒന്നും ഇല്ല. നെറ്റ്വർക്ക് ബാറുകൾ വരേണ്ട സ്ക്രീൻ നിർബന്ധപൂർവം ശൂന്യമായി കിടന്നു. അവളുടെ ഹൃദയം തകർന്നു. അവളുടെ കണ്ണുകൾ വാതിലിലേക്ക് പാഞ്ഞു. മാന്തൽ നിന്നുവെങ്കിലും അതിന്റെ ഓർമ്മയും ശ്വാസം മുട്ടിക്കുന്ന സാന്നിധ്യവും അവളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. പഴയ പിത്തളയുടെ പൂട്ട് അവൾ പരതി വലിക്കുകയും തിരിച്ചിട്ടുമിരുന്നു. അത് കുടുങ്ങിയിരുന്നു. കുടുങ്ങിയതല്ല, പുറത്തുനിന്ന് എന്തോ ഒന്ന് അതിനെ ചേർത്തുവെച്ചതുപോലെ. പരിഭ്രാന്തി കൂടുതൽ ശക്തമായി. മുറിയിലെ വായു ഇപ്പോഴും മുല്ലപ്പൂവിന്റെ മനം മടുപ്പിക്കുന്ന മധുരഗന്ധം തങ്ങി നിൽക്കുന്നു, തണുത്തുറയുന്നതുപോലെ തോന്നി. മായ സ്വയം കെട്ടിപ്പിടിച്ച് കണ്ണുകൾ ഡ്രെസ്സറിലെ മനോഹരമായ കണ്ണാടിയിൽ ഉറപ്പിച്ചു. നേരത്തെ കണ്ട ക്ഷണികമായ പ്രതിബിംബം അവളുടെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. അവൾ ശ്രദ്ധയോടെ അതിനടുത്തേക്ക് ചെന്നു. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അവൾ ഇരുണ്ട ഗ്ലാസിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഭയവിഹ്വലമായ മുഖം തിരികെ അവളെ തന്നെ നോക്കി. എന്നാൽ പതിയെ, ഭീകരമായി, കണ്ണാടിയുടെ വക്കുകൾക്ക് മങ്ങൽ വരാൻ തുടങ്ങി. ഘനീഭവിക്കുന്നത് പോലെയല്ല, മറിച്ച് കണ്ണാടിയുടെ ഉള്ളിൽ നിന്ന് ചുഴന്നു കയറുന്ന ഒരു മൂടൽ മഞ്ഞ് പോലെ. മായ കിതച്ചു, പിന്നോട്ട് മാറി. ചുഴന്നു കയറുന്ന മൂടൽമഞ്ഞിൽ നിന്ന് നേരിയ രൂപരേഖകൾ തെളിയാൻ തുടങ്ങി. അവൾ നേരത്തെ കണ്ട നീണ്ട മുഖമായിരുന്നില്ല അത്, മറിച്ച് ചിതറിയ, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. ഒരു പഴയ തടിത്തൊട്ടിലിന്റെയും ഒരു കുഞ്ഞിന്റെ ചെറിയ വിളറിയ കൈയുടെയും പിന്നെ ഒരു സ്ത്രീയുടെ മുഖം, വേദനയിൽ വികൃതമായി, വായ തുറന്ന് നിശബ്ദമായി നിലവിളിക്കുന്നത് അവൾ കണ്ടു. ആ മുഖം പരിചിതമായിരുന്നു, ആ കുഴിഞ്ഞ കണ്ണുകൾ, അഴകുഴഞ്ഞ മുടി. ഒരു നിമിഷം അവൾക്ക് പ്രതിബിംബത്തിൽ കണ്ട അതേ മുഖം. താഴ്ന്ന, ദുഃഖകരമായ ഒരു വിലാപം, ഇത്തവണ കൂടുതൽ വ്യക്തമായി, പുറത്തുനിന്നല്ല, മറിച്ച് കണ്ണാടിയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതുപോലെ തോന്നി. അവളെ അസ്ഥികളോളം മരവിപ്പിച്ചു. ചിത്രങ്ങൾ തീവ്രമായി, ഒരു പോരാട്ടത്തിന്റെ ഭാഗങ്ങൾ, ഒരു നിഴൽ രൂപം, പിന്നെ ഒരു അഗാധമായ ഇരുട്ട് എന്നിവ കാണിച്ചു. പെട്ടെന്ന് ദുർബലമായ വെളിച്ചം വീശിക്കൊണ്ടിരുന്ന കിടക്കയ്ക്കരികിലെ വിളക്ക് ശക്തമായി മിന്നിമറിഞ്ഞ് കെട്ടുപോയി. മുറി പൂർണ്ണമായും ഇരുട്ടിലായി. ജനലിലൂടെ അരിച്ചെത്തുന്ന നേരിയ പ്രഭാത വെളിച്ചം മാത്രമേ എന്തെങ്കിലും കാണാനുള്ള വെളിച്ചം നൽകിയുള്ളൂ, ഫർണിച്ചറുകളുടെ ഭീഷണിപ്പെടുത്തുന്ന നിഴലുകൾ സൃഷ്ടിച്ചുകൊണ്ട്. ഇപ്പോൾ ഇരുട്ടിലായ കണ്ണാടിയിൽ നിന്ന് ഒരു നേർത്ത മന്ത്രിക്കൽ പുറത്തുവന്നു, തണുത്തതും വ്യക്തവും, പുരാതനമായ ഒരു മലയാളം ഭാഷയിൽ, ദുഃഖവും കുറ്റാരോപണവും കലർന്ന വാക്കുകൾ. എന്റെ കുഞ്ഞ്. അവർ എന്റെ കുഞ്ഞിനെ എടുത്തു. മായ ഭിത്തിയോട് ചേർന്നു നിന്നു. അവളുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. എന്റെ കുഞ്ഞ്. ഇതൊരു സാധാരണ ഭൂതബാധയായിരുന്നില്ല, ഒരു കഥയുണ്ടായിരുന്നു, ഒരു ദുരന്തം. പിന്നീട് ഡുംഡുംഡും ശബ്ദം തിരിച്ചുവന്നു. പക്ഷേ ഇത്തവണ അത് മുകളിലത്തെ നിലയിൽ നിന്നായിരുന്നില്ല, അത് അവളുടെ സ്വന്തം മുറിക്കുള്ളിൽ നിന്നായിരുന്നു. കിടക്കയുടെ അടിയിലെ പഴയ തടിപ്പലകൾക്കടിയിൽ നിന്ന് തന്നെ, അവളുടെ കാൽക്കീഴിലാണെന്ന് തോന്നി. അത് താളാത്മകമായിരുന്നു, ഭാരമുള്ളതായിരുന്നു, എന്തോ ഒന്ന് പരിപരുത്ത പ്രതലത്തിലൂടെ വലിച്ചിഴയ്ക്കുന്നതുപോലെ, അവളുടെ കാൽക്കീഴിൽ നിന്ന് തന്നെ. മാന്തൽ ശബ്ദം പിന്നാലെ വന്നു. ഇത്തവണ വാതിലിലായിരുന്നില്ല, മറിച്ച് അവളുടെ കിടക്കയുടെ അടുത്തുള്ള ഭിത്തിയിൽ നിന്നായിരുന്നു. ചരട്, ചരട്, ചരട്. അത് പ്ലാസ്റ്ററിൽ നഖങ്ങൾ ഉരസുന്നതുപോലെ തോന്നി. ശബ്ദം ഉച്ചത്തിലായി, കൂടുതൽ വേഗത്തിലായി. മായയുടെ കണ്ണുകൾ കാടടച്ചു പാഞ്ഞു. വായു അവിശ്വസനീയമാംവിധം തണുത്തുറഞ്ഞു.
വേദനയും കോപവും നിറഞ്ഞ ഒരു ആഴത്തിലുള്ള ഞരക്കം തറയിൽ നിന്ന് മുഴങ്ങി കിടക്കയുടെ ചട്ടക്കൂടിനെത്തന്നെ വിറപ്പിച്ചു. വാതിൽ, ഇപ്പോഴും വാശിയോടെ പൂട്ടിയിട്ടിരുന്ന വാതിൽ, അതിന്റെ ഫ്രെയിമിൽ ശക്തിയായി കുലുങ്ങാൻ തുടങ്ങി, പുറത്തുനിന്ന് എന്തോ ഒന്ന് അതിലേക്ക് എറിയുന്നതുപോലെ. പിന്നെ ഇരുണ്ട, നിശ്ചലമായ കണ്ണാടിയിൽ നിന്ന് തിളങ്ങുന്ന ദുഷ്ടമായ ഒരു ജോഡി ചുവന്ന കണ്ണുകൾ പതിയെ ചുഴന്നു കയറുന്ന മൂടൽമഞ്ഞിൽ തെളിഞ്ഞു മായയെ തന്നെ ഉറ്റുനോക്കി. അവ പുരാതനവും സഹിക്കാനാവാത്ത ദുഃഖവും നിഷേധിക്കാനാവാത്ത ആളിക്കത്തുന്ന ക്രോധവും നിറഞ്ഞതായിരുന്നു. പിന്നെ ഒരു തണുത്ത പ്രേതത്തിന്റെ കൈ, എല്ലുപോലെ വെളുത്തതും അവിശ്വസനീയമാംവിധം നീണ്ടതും, കണ്ണാടിയുടെ അടിയിൽ നിന്ന് പതിയെ പുറത്തുവരാൻ തുടങ്ങി. അതിന്റെ അസ്ഥികൂടം പോലുള്ള വിരലുകൾ അവളിലേക്ക് നീണ്ടു.